നമസ്കാരം. ഗൾഫ് മേഖലയിലെ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യയുടെ പങ്കുണ്ടോ എന്ന സംശയത്തിൽ അമേരിക്ക അന്വേഷണം ശക്തമാക്കുന്നു. അതേസമയം സൗദി അറേബ്യയുടെ സിവിലിയൻ ആണവ പദ്ധതിക്ക് വഴി തുറക്കുന്ന 123 ആണവ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിലെ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച് അമേരിക്ക. സംഭവത്തിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. മാർച്ചിൽ നടന്ന ആക്രമണങ്ങളിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയുടെ കൃത്യതയെക്കുറിച്ചും അത്യാധുനിക സംവിധാനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും വലിയ സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക പങ്കാളിത്തം കണക്കിലെടുത്ത് ആക്രമണത്തിനാവശ്യമായ സാങ്കേതിക വിവരങ്ങൾ റഷ്യ കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസിയിലെ CIA സ്റ്റേഷനും കിഴക്കൻ ഇറാഖിലെ CIAയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേന്ദ്രവും മാർച്ചിൽ നടന്ന ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ടതായാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ കൂടുതൽ രഹസ്യ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും എന്നാൽ അവയുടെ അതീവ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് കൃത്യമായ സ്ഥാനങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും സൂചനയുണ്ട്. ആക്രമിക്കപ്പെട്ട താവളങ്ങളുടെ എണ്ണം 1നും 12നും ഇടയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയുടെ സിവിലിയൻ ആണവ പദ്ധതിക്കായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകുന്ന 123 ആണവ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയെന്ന് US മാധ്യമങ്ങൾ. വിഷയവുമായി ബന്ധമുള്ള 2 ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. കരാർ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് വിവരം. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് USഉം സൗദിയും പ്രതികരിച്ചിട്ടില്ല. 30 വർഷത്തേക്കുള്ള കരാറിൽ സൗദിയുടെ സിവിലിയൻ ആണവ പദ്ധതി വികസിപ്പിക്കുന്നതിൽ അമേരിക്കൻ കമ്പനികൾക്ക് പങ്കാളിത്തമുണ്ടാകും. ഇരു രാജ്യങ്ങളും സംയുക്ത പഠനം നടത്തിയ ശേഷം സൗദിയിൽ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നു. ഇറാനുമായുള്ള യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ $1.15 ട്രില്യൺ വമ്പൻ പ്രതിരോധ ചെലവ് ബില്ലിന് അമേരിക്കൻ പ്രതിനിധി സഭ അംഗീകാരം നൽകി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർണായക വിജയമായി കണക്കാക്കപ്പെടുന്ന ഈ ബില്ല് 216-ൽ 212 എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് പാസ്സായത്. 2027 നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് എന്ന പേരിട്ടിരിക്കുന്ന ഈ ബില്ലിൽ സൈനികർക്ക് 5 മുതൽ 7% ശമ്പള വർധനവാണ് നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് $250 ബില്യൺ അധിക വർധനവാണ് പ്രതിരോധ മേഖലയ്ക്കായി ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് സമാനമായി ട്രംപ് സംഭാവന ചെയ്ത ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിക്കുന്നതിനും അമേരിക്കയുടെ ആണവായുധ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി കൂടിയാകും ഈ ബില്ല് പ്രകാരം ലഭിക്കുന്ന തുക വിനിയോഗിക്കുക. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ മൂലം കുറഞ്ഞുവന്ന ആയുധശേഖരം പുനഃസ്ഥാപിക്കാൻ ഈ ഫണ്ട് അനിവാര്യമാണെന്ന് റിപ്പബ്ലിക് അംഗങ്ങൾ വാദിക്കുന്നു. രാജ്യാന്തര വിപണിയിൽ എണ്ണവില വീണ്ടും $100 അടുക്കുന്നു. $96 ബ്രെന്റ് ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരം. 1.76% നേട്ടത്തോടെയാണ് വ്യാപാരം. WTI ക്രൂഡിന് 1.41% നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. $88 WTI ക്രൂഡിൻ്റെ വില. US ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തുടർച്ചയായി 12ാം രാത്രിയും ആക്രമണം നടത്തിയതും ഒപ്പം ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ ചെങ്കടലിലെ എണ്ണക്കപ്പലുകൾക്കെതിരെ ഭീഷണി ശക്തമാക്കിയതും എണ്ണവില കുതിക്കാൻ കാരണമായി. US സെൻട്രൽ കമാൻഡിൻ്റെ പ്രസ്താവന പ്രകാരം ബുധനാഴ്ച വൈകിട്ട് US ഇറാനെതിരെ പുതിയ ആക്രമണ പരമ്പര ആരംഭിച്ചു. വാണിജ്യ കപ്പലുകൾക്കും യാത്രക്കാർക്കും ഇറാൻ ഉയർത്തുന്ന ഭീഷണി കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് US പ്രസ്താവനയിൽ പറയുന്നു. ചെങ്കടലിൽ സൗദി കപ്പലിന് നേരെ ആക്രമണത്തിൽ കപ്പലിൻ്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായതായി സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ഇൻസിലിയ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൗദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീപിടിച്ചെങ്കിലും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. കപ്പലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും സമുദ്ര പരിസ്ഥിതിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആവശ്യമായ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിച്ചതായി സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു.
യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 10 ദിവസത്തെ വെടിനിർത്തൽ ശുപാർശ മധ്യസ്ഥരായ പാകിസ്ഥാൻ കൈമാറിയിട്ടും അടങ്ങാതെ ഇറാനും US-ഉം. ഇറാനിലെ ബുഷഹറിലും ടെഹ്റാനിലും തുടർച്ചയായ 12ാം രാത്രിയും US ആക്രമണം നടത്തി. ബഹ്റൈനിലും സൗദി അറേബ്യയിലും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയെങ്കിലും ആക്രമണമുണ്ടായില്ല. ജോർദാനിലെ US സൈനിക താവളത്തിനു നേരെ മിസൈൽ ആക്രമണങ്ങളുണ്ടായി. യുദ്ധം നിർത്താനുള്ള ചർച്ചകൾക്ക് US ഒരുക്കമാണെന്നും എന്നാൽ ഇറാൻ ഈ കാര്യം ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. കപ്പലുകളെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനിലെ പാലങ്ങളും വൈദ്യുതി പ്ലാന്റുകളും ബോംബിട്ട് തരിപ്പണമാക്കുമെന്നും ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ ഇറാന്റെ പിന്തുണയുള്ള യമനി ഹൂതികൾ കപ്പലുകൾ ഉപരോധിച്ചു തുടങ്ങി. ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പുറപ്പെട്ട സൗദിയുടെ 4 എണ്ണക്കപ്പലുകൾ ഇതോടെ സൗദിയിലേക്ക് തന്നെ തിരികെ പോയി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാകുന്നതിനിടെ രാജ്യത്തെ യുവാക്കൾക്ക് സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ വേഗത്തിലുള്ള വിചാരണയും കർശനമായ ശിക്ഷയും ഉറപ്പാക്കുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ഉത്തരവാദികൾക്ക് ഏറ്റവും വേഗത്തിലും കർശനമായും ശിക്ഷ ഉറപ്പാക്കും. ആവശ്യമായ നടപടികൾ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ എടുക്കുന്ന നിരവധി തീരുമാനങ്ങളിലെ പ്രധാന ഘട്ടമാണിതെന്നും മോദി കുറിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ CJP പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേടുകൾ ഉത്തരവാദിത്തമേറ്റ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയിൽ വൻ ക്രമക്കേടുകൾ. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റുകൾ, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയിലാണ് വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അഴിമതി നടന്നതായി സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ ബുധനാഴ്ച സംസ്ഥാനത്തെ 68 ഓഫീസുകളിലായാണ് പരിശോധന നടത്തിയത്. 6 കോർപ്പറേഷനുകൾ, 30 മുനിസിപ്പാലിറ്റികൾ, 24 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടു. കെട്ടിടങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുന്നതിലും അനുമതിക്കായി സമർപ്പിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, കരാറുകാർ, ഏജന്റുമാർ എന്നിവരിൽ നിന്നും ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി 45 ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കെട്ടിടാനുമതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കരാറുകാരും കൺസൾട്ടന്റുമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന നിരവധി ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയതായി വിജിലൻസ് വ്യക്തമാക്കി. ഹൈദരാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന വിമാനത്തിലെ പൈലറ്റുമാർക്ക് ഭക്ഷ്യവിഷബാധ. 3 പൈലറ്റുമാർക്ക് ആകാശത്ത് വെച്ച് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ട സംഭവത്തിൽ ബ്രിട്ടീഷ് എയർവേസ് അന്വേഷണം ആരംഭിച്ചു. ഇവർക്ക് ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയേറ്റതാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹൈദരാബാദിൽ നിന്നും ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട BA276 വിമാനത്തിലാണ് സംഭവം നടന്നത്. ഹൈദരാബാദിൽ താമസിച്ച ശേഷം യാത്ര തിരിച്ച പൈലറ്റുമാർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. വിമാനം ഏകദേശം 30,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് പൈലറ്റുമാരിൽ ഒരാൾക്ക് ഗുരുതരമായ അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഇദ്ദേഹത്തിന് വിമാനത്തിനുള്ളിൽ വെച്ച് ഓക്സിജൻ നൽകേണ്ടി വന്നുവെന്നും ലണ്ടനിൽ ഇറങ്ങിയ ഉടൻ വൈദ്യസഹായം തേടിയെന്നുമെന്നാണ് റിപ്പോർട്ട്. മറ്റു 2 പൈലറ്റുമാർക്കും സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് വിമാനം സുരക്ഷിതമായി ലണ്ടനിൽ ഇറക്കാൻ കഴിഞ്ഞു. ഹൈദരാബാദിലെ ഹോട്ടലിൽ വെച്ച് ഇവർ 3 പേരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചിരുന്നതായി സൂചനയുണ്ട്. കൂടാതെ പുറത്തുനിന്നുള്ള ഒരു കമ്പനി വിതരണം ചെയ്ത കുപ്പിവെള്ളവും ഇവർ കുടിച്ചിരുന്നു. ഇതാണോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് പരിശോധിച്ച് വരികയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുന്നു. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും വർദ്ധിച്ചു. ഇതോടെ സ്വർണം ഗ്രാമിന് 13,500 രൂപയും പവന് 1,80,000 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 11,095 രൂപയും പവന് 88,760 രൂപയുമാണ്. വെള്ളിവില ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.